അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഫുൾ ആടിനെ കുഴിയിലിട്ട് ചുട്ടത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ സംഭവമാണ്. 2-3 മണിക്കൂർ നമ്മൾ കുഴിയിലിട്ട് കുഴി മൂടി ചുടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല വൃത്തിയെ കഴുകിയെടുത്തിട്ട് നല്ല അടിപൊളി മസാലയൊക്കെ തേച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം നമുക്ക് തന്നെ നല്ല വൃത്തിയെ കഴുകിയെടുക്കാം. നമുക്കിനി ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. മസാല ശരിക്കും ഉള്ളിൽ ഇറങ്ങുള്ളൂ. മസാല റെഡിയാക്കി എടുക്കണം. ആദ്യം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. അടിപൊളി നാരങ്ങ. കുറച്ച് ശുദ്ധമായ നെയ്യ്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാധനങ്ങൾ. മസാല നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആട്ടിലേക്ക് നല്ലപോലെ ഗ്യാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ എടുക്കട്ടെ. നമുക്ക് ഒരു നനഞ്ഞ ചാക്ക് ആദ്യം ഇവിടെ വിരിച്ചു കൊടുക്കാം. മതി, ഒരു ചാക്കനം മതി അല്ലേ. ഇനി കുറച്ച് ഓയിൽ പേപ്പർ നമുക്ക് അടിയിൽ വിരിക്കണം. കുറച്ച് ഇല നമുക്ക് വിരിച്ചു കൊടുക്കാം. മതിയല്ലേ. നമുക്ക് ശരിക്കും ലോക്ക് ചെയ്തൊന്ന് ഉരുട്ടണം. ഓക്കെ, മെല്ലെ ഇല മടക്കണം. കെട്ടാതിരാ നല്ല അടിപൊളിയായിട്ട് കെട്ടി നമുക്കിത് വെളിയിലെടുക്കണത് സാധനം. നല്ല സൂപ്പറായി നിൽക്കൂലേ. മതിയല്ലേ. നമുക്കത് ഇതിൽ പിടിച്ച് തൂക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ കുഴി വേണം. കുറച്ച് കരി നമുക്ക് കനലാക്കി എടുക്കും. പിടിക്കട്ടെ.
എന്താ രണ്ട് മണി നമ്മുടെ കുഴിക്കാത്തട. പതുക്കെ അതിനെ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. അതിരിക്കട്ടെ കേട്ടോ. ഒരു 3 മണിക്കൂർ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കാം. അപ്പം ചൂട് അതിനകത്തേ നിൽക്കും. പുക വരാൻ തുടങ്ങി ഇതിനകത്തുനിന്ന്. ഇന്നൊരു 3 മണിക്കൂർ ഇതേ കുഴിയിലിരിക്കട്ടെ. അപ്പോഴേക്ക് ഏകദേശം ഒരു പരുവത്തിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു 3 മണിക്കൂർ കൂടുതലായത് വെച്ചിട്ട് നമുക്ക് എന്തായാലും പതുക്കെ തുറന്ന് നോക്കാം. കണ്ടിട്ടുണ്ട്. ഓ നല്ല ചൂടുണ്ടാ, നല്ല ആവി വരുന്നുണ്ട് സംഭവം. സംഗതി കരിഞ്ഞിട്ടുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. എന്തായെന്ന് അറിയില്ല, തുറന്ന് നോക്കാം. കെട്ടാനുള്ള പാട് കഴിക്കാമല്ലേ, എന്തായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കിയാലേ അറിയാം. നല്ല ചൂടുണ്ടെന്ന്, നല്ല മണമുണ്ട്. ആ ചാക്ക നല്ല ചൂടല്ലേ, ചാക്ക കോട്ടയിൽ പോയി അത് പോവല്ലോ. നല്ല ചൂടുണ്ടാ, നല്ല സ്റ്റീമാണ് ഇതിനുള്ളിൽ. ചാറൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ആഹാ, ഓ സംഭവം അടിപൊളിട്ടാ. ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതാ ഇറച്ചിയൊക്കെ അതിന് തൊടാൻ പറ്റില്ല, ഭയങ്കര ചൂട്, നല്ല സ്റ്റീമാണ് സംഭവം. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത തട്ടിലേക്ക് മാറ്റാം ഇതിനെ. ഇത് നോക്കി എല്ലൊക്കെ വിട്ട്. അപ്പോൾ ഞങ്ങൾ വേറെ ഇലയൊന്നും മാറ്റിയില്ല, ഇതിൽ തന്നെ വെച്ചു. കാരണം ഇതിൻ്റെ ആ ജ്യൂസൊക്കെ ഇതിൽ തന്നെ കിടക്കണം. അപ്പോൾ നമുക്കിത് വെന്തൂലേ കാരൊക്കെ. ആ എന്നാ അല്ലെ, ഇത് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടാ അല്ലേ. ഇത് ഇപ്പോഴുള്ള ഇങ്ങനെ സ്റ്റീമായത് സംഭവം. ആ ഇനി എവിടെ ഇരിക്കട്ടെ, ആയി വരുന്നത് ഇത് സാധനം. മറിച്ചിട്ട് ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അയ്യോ എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. കഴിച്ചോളിതാ, കഴിച്ചോളാം. നല്ല കാലിൻ്റെ ഈ ഭാഗത്ത് ഇറച്ചിക്കാണ് നല്ലോണം വെന്തിട്ടില്ല. ശരിക്കും ഇങ്ങനെ പിച്ച് തിന്നണം അങ്ങനെ. അടിപൊളി, നല്ല നെയ്യിൻ്റെ അല്ലേ, ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാ. നമ്മൾ ആദ്യത്തെ ഒരു പരീക്ഷണമാണ് എന്തായാലും. കൊള്ളാം. 2 കൈ വേണം കഴിക്കാൻ അല്ലേ. ആ ജ്യൂസ് എടുക്കണം നോക്കിയിട്ട്. നമ്മൾ സൗദി അറേബ്യത്തെ ഫീലിപ്പോൾ
അല്ലേ? ഓ നല്ല ചൂട്. ശരിക്കും നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ലേ? ഇത്രയും ചൂടതിനകത്ത് കിട്ടും. നമ്മുടെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു കുഴിക്കകത്തിട്ടാ. അത് സംഭവം തരും വൻ വിജയം. ഞാൻ മസാല കൊണ്ട് ഭാഗങ്ങളിങ്ങനെ എടുക്കാം കേട്ടോ. മസാല ഉള്ള ഭാഗത്ത് മീറ്റ് നന്നായിരിക്കും. ഈ മസാലയ്ക്ക് എല്ലാവിടെ എത്തിയിട്ടുണ്ട്. മസാല പിടിച്ചിട്ടുണ്ടോ? ജ്യൂസ് മുഴുവൻ ഇറങ്ങിയില്ല. ഏകദേശം നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കുറച്ചുണ്ട്. ഞങ്ങൾ പതുക്കിയേ ഇത് കഴിക്കുള്ളൂ. ക്ഷമയോടെ ഇരുന്ന് കഴിക്കാം. പൊറോട്ടയും കൂടെ ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.